ഒരു സാറ്റർഡേ ഈവനിങ് വ്ളോഗാണ് കേട്ടോ അത്. എന്തായാലും ക്ലാസ്സിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുള്ള ഒരു ടെൻഡൻസി തോന്നി. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഈവനിങ് ഞങ്ങൾ പുറത്ത് പോകാൻ തീരുമാനിച്ചു. രാവിലെ പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ രാവിലത്തെ ചൂടും വെയിലും എല്ലാം കാരണം ഞങ്ങൾ വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചാണ് കേട്ടോ. പിന്നെ പോണ സ്ഥലം പറഞ്ഞില്ലല്ലോ, വേറെ ഇടയ്ക്കല്ലേ പോണത്, സുഭാഷ് പാർക്കിലേക്കാട്ടോ പോണത്. ഞങ്ങൾ ചെന്ന പാടത്തന്നെ ഞങ്ങൾക്ക് ബസ്സും കിട്ടി. അപ്പോൾ നേരെ അങ്ങോട്ട് വിട്ടു. പിന്നെ അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. ഒന്ന് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. സ്കൂൾ കുട്ടികളും ടൂറിനൊക്കെ വന്നവരെ തോന്നുന്നു, കുറേ പേരുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. പിന്നെ വൈകുന്നേരം പോയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഉണ്ട്, അടിപൊളിയായിരുന്നു കാണാൻ. എല്ലായിടത്തും ഇങ്ങനെ പോകണം എന്നൊക്കെ വിചാരിക്കട്ടോ, പക്ഷേ ഞങ്ങളുടെ മടി കാരണം ഞങ്ങൾ അവിടെ തന്നെ കുത്തിയിരിക്കും. പക്ഷേ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ എന്തായാലും ഒറ്റ മൈൻഡോടെ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഈവനിങ് ഒക്കെ ആണെങ്കിൽ എന്താ വെയിലും അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ ഈ വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചത്. കണ്ടില്ല, ഇഷ്ടം പോലെ സ്കൂൾ കുട്ടികളായിരുന്നു കേട്ടോ, നിറച്ച് സ്കൂൾ കുട്ടികളായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ടും ഓടിയിട്ടും. പിന്നെ ഈ ഐറ്റത്തിലൊക്കെ കയറണം എന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അവിടെ ആ സെക്യൂരിറ്റി മാം പറഞ്ഞു ഇതിൽ നിന്ന് കയറാൻ പറ്റില്ല, അത് കുട്ടികൾക്ക് ഉള്ളതാണെന്ന്. അപ്പം ഞങ്ങൾ ആ ആഗ്രഹം വേണ്ടെന്ന് വെച്ചു. പിന്നെ അതിന് ഇത് നടക്കാൻ തുടങ്ങി. എന്തൊക്കെ പറഞ്ഞാൽ ഈ രാവിലെ വരണേക്കാൾ നല്ലത് ഈവനിങ് വരണമാണ് കേട്ടോ. അടിപൊളി സൺസെറ്റൊക്കെ കാണാൻ പറ്റും, അടിപൊളിയാണ് അവിടെ. ഈവനിങ് നല്ല തണുപ്പും കാറ്റും ആയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ അതിൽ നടക്കുമ്പോഴാണ് ഒരു ചേച്ചി ഓടി വന്നിട്ട് പറയണത് എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു, ഒരു കേക്ക് എടുത്തോ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ആ കേക്ക് കഴിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കോൺ ഐസ്ക്രീം കഴിക്കാൻ പോയി. അവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പിൽ നിന്ന് കോൺ ഐസ്ക്രീം കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഹോസ്റ്റലിലോട്ട് നടക്കാൻ തുടങ്ങി. കുറച്ച് ലേറ്റായി, ഇതിനൊക്കെ നടന്നിട്ട് കുറച്ച് ലേറ്റായാലും എന്താ അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. പിന്നെ അങ്ങനെ നേരെ ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് തിരിച്ചിട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.